നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് സഞ്ജു സാംസൺ. വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും എല്ലാം തന്നെ മറികടന്ന് ഇന്ത്യയുടെ ഹീറോയായി മാറാൻ സഞ്ജു സാംസണിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തഴയാനും ഒതുക്കാനും നോക്കിയവർക്ക് മുന്നിൽ 2 ലോകകപ്പ് കിരീടത്തോടെ തന്നെ തലയുയർത്തി നിൽക്കാൻ മലയാളി താരത്തിന് സാധിക്കുകയും ചെയ്തു. 2026 T20 ലോകകപ്പ് കിരീടത്തിലേക്ക് ഇന്ത്യയെ ഒറ്റയ്ക്ക് തോളിലേറ്റാനും മലയാളി താരത്തിന് സാധിക്കുകയും ചെയ്തു. ഇപ്പോൾ മറ്റൊരു മലയാളിക്കും സാധിക്കാത്ത 2 T20 ലോകകപ്പ് കിരീടം എന്ന നേട്ടമടക്കം പല വമ്പൻ റെക്കോർഡുകളും സഞ്ജു സാംസന്റെ പക്കലുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ഇതിൽ പലതും തകർക്കപ്പെട്ട സാധ്യത കുറവാണെന്ന് കൂടി പറയേണ്ടതുണ്ട്. എന്നാൽ 31കാരനായ സഞ്ജുവിന് ഇപ്പോഴും ചില മോഹങ്ങൾ ബാക്കിയുണ്ടെന്ന് തന്നെ പറയേണ്ടതായി ഉണ്ട്. അത്ര എളുപ്പത്തിൽ നേടാൻ സാധിക്കില്ലെങ്കിലും സഞ്ജുവും അദ്ദേഹത്തിന്റെ ആരാധകരും ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടതായി ഉള്ളത്. ഒന്നാമത്തെ കാര്യം ഇന്ത്യയുടെ ഏകദിന ടീമിന്റെ ഓപ്പണർ റോളാണ് എന്നുകൂടി പറയാം. നിലവിലെ ഓപ്പണറായ രോഹിത് ശർമ്മ 2027 ഏകദിന ലോകകപ്പോടെ വിരമിക്കൽ പ്രഖ്യാപിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. പകരം ഓപ്പണർ റോളിലേക്ക് സഞ്ജു സാംസൺ എത്തണമെന്നത് ആരാധകരുടെയും ആഗ്രഹമാണെന്ന് പറയണം. സഞ്ജു രോഹിത്തിന്റെ ഉത്തമ പകരക്കാരനായിരിക്കുമ്പോൾ രോഹിത്തിനെ പോലെ തന്നെ കടന്നാക്രമിക്കാൻ കളിക്കുന്ന താരമാണ് രോഹിത് എന്നുകൂടി നമ്മൾ പറയാം. കൂടാതെ രോഹിത്തിനെ പോലെ തന്നെ നന്നായി പുൾ ഷോട്ട് കളിക്കാനും സിക്സറുകൾ പറത്താനും കഴിവുള്ള താരം കൂടിയാണ് സഞ്ജു സാംസൺ. പക്ഷേ രോഹിത് ശർമ്മയുടെ പകരക്കാരനായി സഞ്ജുവിനെ ഇന്ത്യൻ സെലക്ടർമാർ പരിഗണിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് തന്നെ പറയാം. രോഹിത് ശർമ്മ വിരമിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് എത്താൻ യശസ്വി ജയ്സ്വാൾ കാത്തിരിക്കുന്നുണ്ട് എന്നുകൂടി പറയുന്നു. വൈഭവ് സൂര്യവംശിയും ഈ ഓപ്പണർ സ്ഥാനം നോട്ടമിടുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം ഇന്ത്യക്കായി ടെസ്റ്റ് കളിക്കണമെന്നതാണ്. സഞ്ജുവിന് ടെസ്റ്റ് ഫോർമാറ്റിൽ കരിയർ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതും ആഗ്രഹമുണ്ടായിരുന്നുവെന്നും ഇക്കാര്യം അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞതുമാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ സഞ്ജുവിനെതിരെ സാധിക്കാതെ പോയി എന്നത് പറയുന്നുണ്ട്. അതുപോലെ സഞ്ജുവിന്റെ കരിയർ T20 മാത്രമായി ഒതുക്കപ്പെടുകയും ചെയ്തു. സഞ്ജു ഇന്ത്യക്കായി ടെസ്റ്റ് കളിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഏറെയാണെങ്കിലും ഇതിനുള്ള സാധ്യതയില്ല എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലേക്ക് പോലും സഞ്ജുവിനെ പരിഗണിക്കപ്പെടുന്നില്ല എന്നതും ഈ സാഹചര്യത്തിൽ മലയാളി താരം ഇന്ത്യക്കായി ടെസ്റ്റ് കളിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അതിനെ അതിമോഹമെന്ന് മാത്രമേ കാണാൻ സാധിക്കൂ എന്നും വിളിക്കാൻ സാധിക്കൂ എന്നുമാണ് പറയുന്നത്. ഇന്ത്യക്കായി ടെസ്റ്റ് കളിക്കണമെന്ന് സഞ്ജുവിന്റെ ആഗ്രഹം നടക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്നതാണ് വസ്തുത. സഞ്ജു സാംസൺ പാകിസ്ഥാനെതിരെ ഒരു സെഞ്ചുറി പ്രകടനം നടത്തണമെന്നതും ആരാധകർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. സഞ്ജുവിന് പാകിസ്ഥാനെതിരെ കളിക്കാൻ അധികം അവസരം ലഭിച്ചിട്ടില്ല എന്നതുകൂടി പറയുന്നുണ്ട്. T20 ലോകകപ്പിൽ അവസരം ലഭിച്ചാൽ മത്സരത്തിന്റെ ഫലം മാറ്റുന്ന നിർണായക പ്രകടനം നടത്താൻ സഞ്ജുവിന് സാധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പാകിസ്ഥാനെതിരെ 50യോ സെഞ്ചുറിയോ നേടാനായിട്ടുമില്ല. വിരമിക്കുന്നതിന് മുൻപ് സഞ്ജുവിന് പാകിസ്ഥാനെതിരെ ഒരു കിടിലൻ പ്രകടനം നടത്താൻ സാധിച്ചാൽ അത് എന്നെന്നും ആരാധക മനസ്സിൽ ഇടം നേടുന്നതായിരിക്കും. സഞ്ജുവിന്റെ അത്തരമൊരു ഇന്നിങ്സിനെയാണ് ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്നതെന്ന് കൂടി പറയാം. അതിന് അദ്ദേഹത്തിന് സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം ഏകദിന ലോകകപ്പാണ്. 2027 ഏകദിന ലോകകപ്പിൽ സഞ്ജുവിന് ഇടം പ്രതീക്ഷിക്കാനാകില്ല. കാരണം 2026 ലോകകപ്പ് അവർ മറന്നു കഴിഞ്ഞു. അവിടെ എന്തൊക്കെ സഞ്ജു ചെയ്തു എന്നുള്ളത് ഇപ്പോഴാരും മനസ്സിൽ ഓർക്കുന്നില്ല. നമ്മൾ ആരാധകർ ഓർക്കുന്നുണ്ടെങ്കിലും നമുക്കത് മറക്കാൻ സാധിക്കില്ലെങ്കിലും സഞ്ജുവിനെ പറ്റി അവർ തീരുമാനമെടുക്കുമ്പോൾ അതൊന്നും അവർ ആലോചിക്കുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അത്തരത്തിൽ പ്രധാനപ്പെട്ട വിഷയമായി തന്നെയാണ് സഞ്ജുവിന്റെ കരിയർ കൂടി നമ്മൾ കാണേണ്ടത് എന്നതുകൂടിയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.